മക്കൾസ്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന 9ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ മൂവിങ് ഫോർവേഡ് ഫ്രം സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. നമ്മൾ ശരിക്കും ഈ ചാപ്റ്റർ ഇവിടെ അല്ല വേണ്ടത്, സയൻസിൽ എവിടെയോ വരേണ്ട ഒരു ചാപ്റ്ററാണ്. കാരണം നമ്മൾ മറ്റേ ആദിമ മനുഷ്യന്മാർ, പണ്ടത്തെ ആൾക്കാർ, ഇന്ന് വരെ ഉണ്ടാവണ മനുഷ്യന്മാരുടെ ഒക്കെ പറയുന്നത് സയൻസിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആർക്കിയോളജിസ്റ്റ്, അതായത് ഗവേഷണർ, പണ്ട് ഇങ്ങനത്തെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അതാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്തു, അതായത് പണ്ട് മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഈ പണ്ട് മൃഗങ്ങളെ പിടിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്ന ടൂൾസ് ഉണ്ട്, അതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ ഈ ഓരോ കാലഘട്ടത്തിനെ 2 തരമായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നതും രണ്ടാമത്തേത് മെറ്റൽ ഏജ് എന്ന് പറയുന്നതും. അപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നതും മെറ്റൽ ഏജ് എന്ന് പറയുന്നത് 2 തരമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഈ സ്റ്റോൺ ഏജിൻ്റെ ഉള്ളിൽ തന്നെ 3 ഏജുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റോൺ ഏജിൽ 3 എണ്ണം, പാലിയോ, മെസോ, നിയോ. പാലിയോ, മെസോ, നിയോ, അങ്ങനെ 3 ഏജ് സ്റ്റോൺ ഏജിന്റെ അടിയിൽ വരുന്നു. പിന്നെ രണ്ടാമത്തത് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റൽ ഏജിന്റെ അടിയിൽ വരുന്നത് ഏതാണ്, 2 എണ്ണം, ബ്രോൺസ് ഏജ്, അയേൺ ഏജ്. ബ്രോൺസ് ഏജ്, അയേൺ ഏജ്. അപ്പൊ ഇത് പഠിക്കാം. എന്താണ് ഫസ്റ്റത്തെ പറഞ്ഞത്, സ്റ്റോൺ ഏജിൻ്റെത് പാലിയോ, മെസോ, നിയോ. പിന്നെ അടുത്ത മെറ്റൽ ഏജിൽ വരുന്നത് ബ്രോൺസ് ഏജ്, പിന്നെ അയേൺ ഏജ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തു, പണ്ടത്തെ കാലഘട്ടത്തിന് ഇങ്ങനെ 2 ടൈപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1, കാരണം അത് തന്നെ കുറേ എന്താണ് പാലിയോ, മെസോ, നിയോ പഠിക്കണം. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മെറ്റൽ ഏജ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ എന്താ ആ പേര് തന്നെ ആലോചിക്കുക, സ്റ്റോൺ എന്ന് വെച്ചാൽ കല്ല്. അപ്പോൾ എന്താ സ്റ്റോൺ ഏജ് എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന മനുഷ്യന്മാർ ഇവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഈ കല്ല് വെച്ചിട്ടായിരുന്നു, സ്റ്റോൺ വെച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ആ ഏജിനെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. ഇനി അതിനെ നമ്മൾക്ക് എന്താക്കിയിട്ട് നമ്മൾ പറഞ്ഞു 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പാലിയോ, മെസോ, നിയോ. അപ്പോൾ നമുക്ക് അതിൽ ഓരോത്തിനെയും പഠിക്കാം. പാലിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അപ്പോൾ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഈ പേര് വന്നത് 2 പേരിൽ നിന്നാണ്, ഗ്രീക്കിലെ 2 പേരുകളിൽ നിന്നാണ്. ഒന്നാമത്തെ പാലിയോസ് എന്ന് പറയുന്നത്, പാലിയോസ് എന്ന് വെച്ചാൽ ഓൾഡ് എന്നർത്ഥം, പഴയത് എന്നർത്ഥം, പാലിയോസ് എന്ന് പറയുന്നതും. പിന്നെ ലിത്തോസ് എന്ന് പറയുന്നത്, അപ്പൊ ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ, കല്ല് എന്നർത്ഥം. അപ്പൊ പാലിയോസ്, ലിത്തോസ് എല്ലാത്തിലും ഉള്ളതല്ല. അപ്പൊ ലിത്തോസ് വെച്ചാൽ കല്ല്, പാലിയോസ് വെച്ചാൽ പഴയത്, ഓൾഡ് എന്നർത്ഥം. അപ്പോൾ ഇത് 2 നിന്നാണ് എന്ത് വന്നത്, ഈ പേര് വന്നത്. അപ്പോൾ പേര് വരാനുള്ള കാരണം ഈ 2 വാക്കുകൾ മിക്സ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പാലിയോളിത്തിക് ഏജ്, ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത് കല്ലുകളുണ്ടല്ലോ. കല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫ് കല്ലുകളെന്ന് പറയുന്നത്. റഫ് കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ മൊരമ്പ കല്ല് വെച്ചാൽ എന്താ പറയുക, ഈ സോഫ്റ്റ് അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇറഗുലർ സർഫസ് ആയിട്ടുള്ള കല്ലുകൾ ഉണ്ടായിരിക്കില്ലേ, അതാണ് പറയുന്നത്. റഫ് കല്ലുകളാണ്, റഫ് സ്റ്റോണുകളായിരിക്കും അവർ ആ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഈ ടൂളുകൾ ഉണ്ടല്ലോ, ഇതിനെ 3 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇവരെ പേര് വരാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഏതാണ്, അവർ ഏജ് ഉപയോഗിച്ചിരുന്ന റഫ് ആയിട്ടുള്ള ടൂളുകളാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ പറയുന്നത്, അതായത് ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്തു, ഇവരെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക്കിനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതിൽ വരുന്നതാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, യൂട്ടിലൈസേഷൻ. രണ്ടാമത്തെ ഫാഷനിങ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. യൂട്ടിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കിട്ടുന്ന കല്ലില്, നമ്മുടെ എടുത്തുണ്ടാവുന്ന കല്ല് അവർ ഉപയോഗിക്കും. അതിനെ അങ്ങനെ ഷേപ്പ് മാറ്റാലോ അങ്ങനെ ഒന്നുമില്ല, എടുത്ത് എന്ത് കല്ല് കിട്ടണോ അതിനെ അവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഫസ്റ്റ് യൂട്ടിലൈസേഷൻ. അവിടെ എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് ചേഞ്ചിങ് ദർ ഷേപ്പ്, അവർ ഷേപ്പ് മാറ്റലോ അങ്ങനെ ഒന്നുമില്ല, കിട്ടുന്നത് ആ ടൈമിൽ ഉപയോഗിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നതാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. ഫാഷനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് അവർ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ആ കല്ലുണ്ടല്ലോ, അതിന് അവരെന്ത് ചെയ്യും, കുറച്ച് ഷേപ്പൊക്കെ മാറ്റി അവരുടേതായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തും. അതിലാണ് എന്ത് പറയുന്നത്, ഫാഷനിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഒരു പർപ്പസിന് ഒരു
ഒരു കല്ല്. അതായത് അവരങ്ങനെ ഓരോ പർപ്പസിനും ഓരോ ഷേപ്പിലുള്ള ഓരോ ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഹണ്ടിങ്ങിന് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ കൃഷിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ വേറെ ഉപയോഗിക്കും. കൃഷിയൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഓരോ പർപ്പസിനും ഓരോ ടൂളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് എന്ത് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഷേപ്പേ മാറ്റില്ല, ഫാഷനിങ് എന്ന് വെച്ചാൽ കുറച്ച് ഷേപ്പിൽ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ ഓരോ പർപ്പസിനും ഓരോ ടൂൾസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പേജ് നമ്പർ 9 ബുക്കിൽ പേജ് നമ്പർ 9 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്, ഓരോ കല്ലുകളുടെ പിക്ചേഴ്സ്. അതിൽ നമുക്ക് കാണാൻ പറ്റും പെബിൾ ടൂൾ എന്ന് പറയുമ്പോൾ ആ ഒരു കല്ലിന്റെ ഷേപ്പ് ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു കല്ല് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കല്ലാണ് ബൈഫേസ് കോറൽ ടൂൾ. ഇതൊക്കെ അവരെ ടൂളുകളാണ്. ഇപ്പൊ നമ്മൾ കത്തി അതൊക്കെ പറയില്ല, അതുപോലെ തന്നെ അവർ ഓരോ സാധനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഓരോ കല്ലുകളാണ്. ഓക്കെ, പിന്നെ ഫ്ലേക്ക് ടൂൾ എന്ന് പറയുന്നത്, ചോപ്പിംഗ് ടൂൾ, ഇതൊക്കെ അടിയിൽ പേരുകൾ കാണാൻ പറ്റും കേട്ടോ. അതിന് എന്താ പറയുക ബ്ലേഡ് ടെക്നിക്സിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന അങ്ങനെ ഓരോ ടൂളുകളുടെ പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കോർ ആൻഡ് ഫ്ലേക്ക്. എന്താ കോർ ആൻഡ് ഫ്ലേക്ക് എന്ന് വെച്ചാൽ അവർ ആ ടൈമിൽ ഒരു കല്ലുണ്ടല്ലോ, ഈ കല്ല് 2 കഷ്ണമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കല്ലിൽ ഏറ്റവും വലിയ കഷ്ണം ഏതാണോ അതിനെ പറയുന്നത് കോർ എന്നും, ചെറിയ കഷ്ണം ഏതാണോ അതിനെ പറയുന്നത് ഫ്ലേക്ക് എന്നും. വലിയ കഷ്ണത്തിനെ കോർ എന്നും ചെറിയ കഷ്ണത്തിനെ ഫ്ലേക്ക് എന്നും പറയുന്നത്. അതാണ് കോർ ആൻഡ് ഫ്ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ പാലിയോളിത്തിക് ഈ ഒരു ഏജിന്റെ അവസാനമായപ്പോഴത്തേന് അവർ പിന്നെ കല്ല് മാറ്റിയിട്ട് മൃഗങ്ങളുടെ ഒക്കെ ഈ എല്ലുണ്ടല്ലോ, ഈ എല്ല് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ ടൂളുകൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അതാണ് എന്തിൽ വന്നിട്ടുള്ളത്, പാലിയോളിത്തിക്കിൽ വന്നിട്ടുള്ളത്. ഇനി പാലിയോളിത്തിക്കിൽ തന്നെ നമ്മൾക്ക് അവിടെ വാൾ പെയിന്റിങ്സ്, വാളിൽ അവർ ചെയ്തിരുന്ന ഓരോ കാണിച്ചു. പേജ് നമ്പർ 11 നോക്കിക്കഴിഞ്ഞാൽ 11 നമുക്ക് കാണാൻ പറ്റും കുറെ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഭയങ്കര മൂർച്ചയുള്ള ഒരു ടൂളുകൾ ഉണ്ടാവില്ല, അത് ഉപയോഗിച്ചിട്ട് ഇവർ ഈ മറ്റേ ഈ കേവൊക്കെ പണ്ടത്തെ ഗുഹകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വരയ്ക്കും. അതാണ് അവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുള്ളത്. അതിലിപ്പോൾ തന്നിട്ടുണ്ടത് ചൗവത്ത് ആൻഡ് ലാസോക്ക് കേവ്സ്. ഈ കേവ്സിന്റെ ഉള്ളിൽ അവർ വരച്ചിട്ടുള്ളത് എങ്ങനെയാ, കുറെ മൃഗങ്ങളുടെ പടങ്ങളും കുറെ സ്ത്രീകളുടെ പടങ്ങളൊക്കെ അതിൽ വരച്ചിട്ടുണ്ട്, വുമൻസിന്റെ പടങ്ങള്. പിന്നെ അത് കൂടാണ്ട് കുസാക്ക് കേവിൽ എന്താണ്, കുസാക്ക് കേവിലും ഇതുപോലെ തന്നെ മൃഗങ്ങളുടെ സ്ത്രീകളുടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഒരു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാർവിങ്സ് ഓഫ് ഓരോ എല്ലുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ അങ്ങനെ ഓരോ കത്തി പോലത്തെ ഒരു ഷേപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നും അവർ അന്ന് ഉണ്ടാക്കിയിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാം, അതായത് ഇങ്ങനെ ഈ കേവ്സുമ്പോൾ പെയിന്റ് ചെയ്യണമല്ലോ, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അവർ കളറ് എങ്ങനെയൊക്കെ കളറ് വേണ്ടേ, പല കളറിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാസ്, നമ്മുടെ പുല്ലും അതുപോലെ തന്നെ മരത്തിന്റെ കൊമ്പൊക്കെ അതൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ആ കല്ലോണ്ട് പൊടിച്ചിട്ട് ആ പൊടി അതുകൊണ്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത് അവിടെ പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം തട്ടാത്തോടത്ത് ഗുഹകളുടെ ഉള്ളിലൊക്കെയാണ്, സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലങ്ങളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് അത് കൊണ്ടായിട്ട് അവിടെ പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇതും എന്താ പറയുക ഈ കേവ്സുമ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സ്റ്റോൺ നീഡിൽസ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മൊന ഭയങ്കര വേണം, എന്നാലും നമ്മൾ വരയ്ക്കാൻ പറ്റുള്ളൂ. കല്ലുമ്പോൾ വരയ്ക്കണമെങ്കിൽ നല്ലൊരു മൊനയുള്ള ഒരു സാധനം വേണ്ടേ. അപ്പോൾ ഒന്ന് ഷാർപ്പ് എഡ്ജഡ് വെപ്പൺസ് ഒക്കെയാണ് അതിന് അവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അന്ന് മുതലേ അവർക്ക് ഇങ്ങനെ ഇന്റലക്ച്വലായിട്ട് ബ്രെയിനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ളത് നമുക്കന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് പേജ് നമ്പർ 12 പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം യൂസ് റഫ് സ്റ്റോൺ ടൂൾ. നമ്മൾ ആദ്യം പറഞ്ഞു അത് ഉപയോഗിച്ചിരുന്ന കല്ല് റഫ് ആയിട്ടുള്ള കല്ലുകളായിരുന്നു. പിന്നെ ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. അവർ എന്താ പറയാ ഗുഹകളിലായിരുന്നു ജീവിച്ചിരുന്നത് അല്ലെ, അവർ ഗുഹകളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇനി മൂന്നാമത്തെ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് വെർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ മൃഗങ്ങളെ കൊന്നിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാൻഡ് വെർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. എന്താ ബാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു 100 പേരൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അത് അവിടെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഓരോ കുടുംബക്കാരെന്നൊക്കെ പറയില്ലേ, ഓരോ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരായിരിക്കും, അവർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ, വേറെ ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സൊസൈറ്റിയിൽ അവിടെ ഉണ്ടായിരുന്ന ബാൻഡ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മെൻ വെർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ്. ആണുങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകും. പെണ്ണുങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഗ്യാതറിങ്സിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും അവരെ യൂസ് ചെയ്ത് ആ ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ഈ കിട്ടുന്ന ഭക്ഷണങ്ങൾ എടുത്ത് വെക്കുന്ന പരിപാടിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. നൊമാഡിക് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഒരു സ്ഥലത്ത് ഫുള്ള് അവർ താമസിക്കില്ല. ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ സ്ഥലം മാറിയിട്ടാണ് ഇതൊക്കെ. അതായത് നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഏജിക്ക് വരാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ മെസോലിത്തിക് ഏജ് വരുമ്പോൾ എന്താ വന്നത്? മെസോലിത്തിക് ഏജിൽ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ പേര് വരാൻ കാരണം രണ്ട് ഇതിൽ നിന്നാണ്. ഒന്ന് മെസോസ് എന്ന് പറയുന്നതും പിന്നെ രണ്ടാമത്തെ ലിത്തോസ് എന്ന് പറയുന്നതും. മെസോസ് എന്ന് വെച്ചാൽ മിഡിൽ എന്നർത്ഥം, മറ്റേത് ഓൾഡ് ആയിരുന്നു, ഇവിടെ മിഡിലാണ്. മറ്റേ നമ്മൾ പറയുമല്ലോ സ്റ്റോൺ എന്നാണ് ലിത്തോസിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് രണ്ടും ഇവിടെ പറഞ്ഞത്. മെസോസ് എന്ന് വെച്ചാൽ മിഡിലും, മറ്റൊടുത്ത് വന്നത് സ്റ്റോൺ. അപ്പോൾ ഇതിൽ നിന്നാണ് പേര് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത, ഇവിടേക്ക് വന്നപ്പോൾ ഈ ടൂളുകളുടെ സൈസ് ഉണ്ടല്ലോ ചെറുതാവാൻ തുടങ്ങി. ഭയങ്കര വലുപ്പമില്ല, ചെറിയ 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 ടൂളുകളാകാൻ തുടങ്ങി. അതാണ് അവരുടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത. ഇവരെ സൈസ് എന്ത് ചെയ്തു? ചെറുതായി എന്നാ പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു പേജ് നമ്പർ 14 കുറേ പടങ്ങൾ തന്നിട്ടുണ്ട്. അന്നത്തെ ആൾക്കാർ വരച്ച കുറേ പടങ്ങൾ കണ്ടോ. ഓരോ സ്ഥലത്ത് കേവില് ബിംബേറ്റ്ക, അങ്ങനെ ലാക്കോജോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പേരുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവിടെ വരച്ചിരിക്കുന്ന പടങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അന്ന് കാലത്ത് എന്താ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് പേജ് നമ്പർ 15 വന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ, യൂസ് മൈക്രോലിറ്റ്സ് ഓർ വെരി സ്മോൾ ടൂൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉപയോഗിച്ചതിൻ്റെ സൈസ് ചെറുതായി, ടൂൾസിന്റെ സൈസ് ചെറുതായി എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ, അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ഫിഷിംഗ് ഓൾസോ ബിക്കം മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് ഇവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെ പിടിക്കൽ മാത്രമല്ലാണ്ട് മീൻ പിടുത്തം തുടങ്ങി, ഫിഷിങ്ങും തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്തു? മീൻ പിടിക്കാനും തുടങ്ങി. പിന്നെ മൂന്നാമത്തെ, ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അതായത് ഇപ്പോൾ പശു, ആട് ഇങ്ങനത്തെ സാധനങ്ങളെ വളർത്താൻ തുടങ്ങി. കൊല്ലലായിരുന്നു ആദ്യം, ഇപ്പൊ പിന്നെ എന്ത് ചെയ്തു? വളർത്തിയിട്ട് ഇവർക്ക് നല്ല ഉപകാരം ഉണ്ടാവും തോന്നിയിട്ട് ഇവരെന്ത് ചെയ്തു? വളർത്താൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്യൂസ്മെന്റ്, അതായത് ഇവർക്ക് എൻജോയ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അവർ ഒരു എൻജോയ്മെന്റ് സാധനങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ. ഇങ്ങനെ ലേബേഴ്സിന്റെ ഡിവിഷൻ, ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇന്ന ജോലി, അങ്ങനെ ഇന്ന ജോലി, അങ്ങനെയൊക്കെ അതൊക്കെ കൊടുക്കാനൊക്കെ തുടങ്ങി. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ മെസോലിത്തിക് സെന്റേഴ്സ്, കുറച്ച് സ്ഥലങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ഓരോ സെന്റേഴ്സ് വന്നിട്ട് സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിൽ, ഫാഹിയൻ കേവ് ശ്രീലങ്ക, സരൈ നഹർ റായ് എന്ന് പറയുന്ന ഇന്ത്യയിൽ, ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ താമസിച്ചിരുന്ന ഓരോ സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട്, ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാർക്കാർ എന്ന് പറയുന്നത് അത് യൂറോപ്പിൽ, അതായത് ഇംഗ്ലണ്ട് പറഞ്ഞില്ലേ, അവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കണ്ടോ അതൊരു ഓപ്പൺ പ്ലേസ് ആണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ എന്ത് കണ്ടിട്ടുണ്ട്? അവിടെ അന്നത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ടൂളുകളും അതുപോലെ തന്നെ അന്നത്തെ ആൾക്കാരുടെ ഓർഗാനിക് റിമൈൻസ് അതൊക്കെ അവർ ആർക്കിയോളജിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു അത് ഫുള്ള് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ താമസിച്ചത് ഒരു ടെമ്പററി സെറ്റിൽമെന്റ്, അവർ അവിടെ താമസിച്ചു, പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സെറ്റിൽമെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവിടെയും പറയുന്നുണ്ട് സാരൈ നഹർ റായ്, അവിടെയും അവർ എന്ത് കണ്ടിട്ടുണ്ട്? എന്താ പറയുക, അവർ യൂസ് ചെയ്തിരുന്ന ആ ഇതുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പറയുന്നത് അന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര വലിപ്പമായിരുന്നു, ടോളായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇത് പറയുന്നുണ്ട് അവിടുത്തെ ആണുങ്ങൾക്ക് തന്നെ 180 സെന്റിമീറ്റർ, പെണ്ണുങ്ങൾക്ക് 170 സെന്റിമീറ്റർ, അത്രയും വലിപ്പമുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ട അവർ അവിടെ യൂസ് ചെയ്തിരുന്ന ആരോസ് ആണ്, ബോസ് ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് രണ്ടും ആ ബോക്സുകൾ ജസ്റ്റ് വായിച്ചു വയ്ക്കാൻ മതി. ഞാൻ അത് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ ഏജ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഏജിൽ നമ്മൾ എന്താ പറഞ്ഞത്? മെയിനായിട്ട് പറഞ്ഞത് അവിടെ സാധനങ്ങളെ വലിപ്പം കുറഞ്ഞു, പിന്നെ ആ പോയിന്റുകൾ ഉണ്ടല്ലോ, ആ പോയിന്റുകൾ പഠിക്കുക. മീൻ പിടിക്കാൻ തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് നമ്മൾ എന്തിൽ വന്നിട്ടുള്ളൂ? മെസോലിത്തിക് ഏജിൽ വന്നിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ഏജ് എന്ന് പറയുന്നത് സ്റ്റോൺ ഏജിന്റെ അടിയിലുള്ള ലാസ്റ്റ് ഏജ് ആണ്, ദാറ്റ് ഇസ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നിയോലിത്തിക് ഏജ്, ഈ ഒരു ഏജിലാണ് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. നിയോലിത്തിക് ഏജിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്, ഇന്നത്തെ ഒരു ഇതിൽക്കൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് നിയോലിത്തിക് ഏജിലാണ്. അപ്പം നിയോലിത്തിക് ഏജിന്റെ പേരിന്റെ അർത്ഥം നിയോസ് എന്ന് വെച്ചാൽ ന്യൂ എന്നർത്ഥം. മറ്റേത് ഫസ്റ്റത്തത് ഓൾഡ്, രണ്ടാമത്തേത് മിഡില്, മൂന്നാമത്തെ വന്നപ്പോൾ ന്യൂ എന്നായിട്ടാ. ന്യൂ ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോൺ, കല്ല്, അത് നമ്മൾ പഠിച്ചു, സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ബുക്ക്, ഒരാൾ എഴുതിയൊരു ബുക്ക്, ഗോർഡൻ ഷെൽഡ് എന്ന് പറഞ്ഞ ഒരാളുടെ എഴുതിയൊരു ബുക്കാണ് ദ മാൻ മേക്ക് ഹിംസെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ബുക്കിൽ ഈ നിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിയോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് മുന്നത്തേലെ തുടങ്ങി. പക്ഷെ ഈ നിയോലിത്തിക് ഏജിൽ മെയിനായിട്ട് തുടങ്ങിയെന്ന് പറയുക കൃഷി ചെയ്യാൻ തുടങ്ങി. ഇവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന സീഡുകളൊക്കെ ഇല്ലേ, ഈ സീഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. കർഷകർ വരാൻ തുടങ്ങിയത് നിയോലിത്തിക് ഏജിലാണ്. കൃഷി എന്ന് പറയുന്ന സാധനം തുടങ്ങി. ഇനി പിന്നെ നിങ്ങൾ പേജ് നമ്പർ 7 17ാമത്തെ പേജിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു പിക്ചർ വന്നിട്ടുണ്ട്. ആ പിക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവർ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്, ആദ്യമായിട്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അഗ്രികൾച്ചർ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ
അതിന് എന്ത് പറയും? ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും. എന്താ പറയുക? ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഈ നിയോളിത്തിക് ഏജിൽ അവിടെ ആൾക്കാർ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്, ആ ഒരു ഭാഗത്തിന് പറയുന്നത് ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ്. ഓക്കെ. ഇനി ഈ ഒരു ടൈമിൽ അപ്പോൾ ചോദിക്കാം, എന്തിനാ അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്? ഇവർക്കുള്ളതൊക്കെ ഫോറസ്റ്റിൽ നിന്ന്, മീൻസ് അവിടെ ഉണ്ടാകുന്ന കായ്കളൊക്കെ തിന്നുമ്പോൾ എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത്? അതിന് കാരണമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം പോപ്പുലേഷൻ ഗ്രോത്ത്, ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം വേണം. അപ്പോൾ എന്താണ്, അതായത് ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി, അതാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെറ്റിൽമെന്റ്, അത് കണ്ടോ, കുറേ ആൾക്കാരായി അവർ സെറ്റിൽമെന്റ് ആവാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻസ് കൂടി, ഷോർട്ടേജ് ഉണ്ട്, ഫുഡിൻ്റെ ഒക്കെ പ്രൊഡക്ട്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാൻ തുടങ്ങി. ഇത്രയും ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടാണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, കൃഷി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കൃഷിയുടെ ഒക്കെ ആദ്യത്തെ ഒരു ഏജ് എപ്പോഴായിരുന്നു? ഏത് ഏജ് ആയിരുന്നു? നിയോലിത്തിക് ഏജിലായിരുന്നു. അപ്പോൾ നിയോലിത്തിക് ഏജിലാണ് എന്ത് ചെയ്തത്, ഈ കൃഷി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇനി നിങ്ങൾ പേജ് നമ്പർ 18 നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ടൂൾസ് കാണാൻ പറ്റും. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് പോളിഷ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആയിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അന്ന് ആ ഒരു ടൂൾ കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മരം മുറിച്ചിരുന്നത്. പിന്നെ സോയിൽ ഇങ്ങനെ മറ്റേ പ്ലഫ് ചെയ്യാന്നൊക്കെ പറയും, ഇങ്ങനെ വെട്ടി ഇതാക്കുന്ന അങ്ങനത്തിനൊക്കെ യൂസ് ചെയ്തിരുന്ന ടൂൾസാണ്. അപ്പോൾ അന്നത്തെ ടൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ഷാർപ്പ് എഡ്ജും സാധനങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളെന്ത് പറയുന്നത്, ഹ്യൂമൻ്റെ ലൈഫിലെ ചേഞ്ചസ് ഒക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയത് ആ ഒരു ഏജിലാണ്. ഓക്കെ. ഇനി പറഞ്ഞു കൂടുതൽ ആൾക്കാർ, ആ ഒരു സൊസൈറ്റിയിലുള്ള കൂടുതൽ ആൾക്കാർ എന്ത് പറഞ്ഞു, കൃഷി എന്ന് പറഞ്ഞൊരു ഇതിന് പോയി. പിന്നെ കുറച്ച് ആൾക്കാർ എന്ത് പോയി, വീവിങ്ങിന് പോയി. പിന്നെ അന്ന് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ഭക്ഷണങ്ങൾ മറ്റോടത്ത് പറഞ്ഞു അവർ പ്രിസർവേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ടൈം ആയപ്പോഴത്തേനും ഫുഡ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ഫുഡ് ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ഫുഡ് ആവശ്യം വീണ്ടും ഇതാവുന്നതോടെ അവരെന്ത് ചെയ്തു, കിട്ടുന്ന ഭക്ഷണം കളയാതെ അത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി പോട്ടും സാധനങ്ങളും, പോട്ടറി സാധനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് തുടങ്ങി, പോട്ടറി എന്ന് പറയുന്ന ഒരു ജോലി തുടങ്ങി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ, കുറേ ബ്രിക്ക് ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഇഷ്ടികകൾ പോലത്തെ ക്ലേ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് പല പല ജോലികളായി. ആദ്യം എല്ലാവരും ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലായിരുന്നു ആദ്യത്തെ ഏജിലൊക്കെ. പിന്നെ വന്നപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ അതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു, ഓരോരുത്തർക്കും ഓരോ ജോലി. കുറച്ച് ആൾക്കാർ കൃഷിക്ക് പോയി, കുറച്ച് ആൾക്കാർ എന്തിനു പോയി, ഹണ്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ മറ്റേ പോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോയി, കുറച്ച് ആൾക്കാർ മറ്റേ വീവിങ്ങിനൊക്കെ പോയി. അങ്ങനെ ഓരോ ഇത് എന്ത് ചെയ്തു, ഓരോരുത്തരും ഓരോ ജോലി, പല പല ഒക്യുപ്പേഷൻസിലായ ഒരു ഏജാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു ആളുണ്ടായിരുന്നു ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു പീരീഡിനെ അവർ പറയുന്നത് നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു റെവല്യൂഷൻ എന്ന് പറയാം. അന്ന് ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് കാണുന്ന മനുഷ്യന്മാർ ഇത്രയും ഒരു ഇതുണ്ടാവാൻ കാരണം. അന്നത്തെ ഒരു ആ ഒരു എന്താ പറയുക, അവർ അന്നുണ്ടാക്കിയ അഗ്രികൾച്ചറും ആ ഒരു പോട്ടറി അങ്ങനത്തെ ഒരു ചേഞ്ചിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയൊരു സെറ്റിൽമെന്റ് ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെന്ത് പറയുന്നു, നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് അവിടെ പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അവിടെ അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് സെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വന്ന് കുറച്ച് ബോക്സിൽ നിങ്ങളോട് ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് വന്ന് എന്താ, ജാർമോ ഇൻ കുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞത് റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ലെറ്റ് ദ ആർക്കിയോളജി എക്സ്കവേഷൻ ഇൻ ജാർമോ ഇൻ കുർദിഷ് ഹിൽസ്. അപ്പോൾ ഇയാളാണ് എന്ത് ചെയ്തത്, അവിടെ പോയിട്ട് ഇങ്ങനെ ആർക്കിയോളജിസ്റ്റിൻ്റെ എക്സ്കവേഷൻ ചെയ്തത് റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ്. അപ്പോൾ അയാൾ എന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ, അതായത് എന്താ പറഞ്ഞത്, the people of Jarmo cultivated barley and the wheat, two varieties of wheat. അപ്പോൾ അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് എന്തായിരുന്നു, ബാർലിയും പിന്നെ 2 തരത്തിലുള്ള വീറ്റും കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആടായിരുന്നു അന്ന് അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആടിനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവർ താമസിച്ചിരുന്നത് ചെറിയ ചെറിയ കുടിലുകളിൽ, ഹട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഈ ക്ലേ വെച്ചിട്ടുണ്ടല്ലോ, ക്ലേ വെച്ചിട്ട് മനുഷ്യന്മാരുടെ പടങ്ങൾ, പിന്നെ ആനിമൽസിൻ്റെ ഒക്കെ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു അന്നത്തെ ആൾക്കാർ. ഇയാൾ പോയിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയിട്ട് അയാൾ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. എന്തൊക്കെ അന്നുണ്ടായിരുന്ന ആൾക്കാരെന്താ പറഞ്ഞാൽ, അവർ ബാർലി അതുപോലെ തന്നെ വീറ്റാണ് നട്ടിരുന്നത്, ആടിനെയാണ് അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, ഈ ഒരു
എന്താ പറയുക ക്ലേ വെച്ചിട്ട് കുറേ രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു രൂപമാണ് ഒരു പ്രഗ്നൻറ്റ് വുമണിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതായിരുന്നു കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലത്തെ എന്താ പറയുക മെർഗാർഹ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെയും ഇതുപോലെ തന്നെ ഒരു എക്സ്കവേഷൻ നടത്തിയിരുന്നു ആർക്കിയോളജി. പക്ഷേ ഇന്ന് ആ ഒരു സ്ഥലം പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പെടുന്നതാണ്. അന്നും അവരും പറഞ്ഞിരുന്നു എന്താ പറയുക അവർ ഡൊമസ്റ്റിക്കേഷൻ നടത്തിയിരുന്നു, പ്ലാന്റ്സിനെ ഇതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ആ റീജിയനെയാണ് എന്ത് പറയുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനെ പറഞ്ഞിരുന്ന ഒരു പേരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റോൺ ഏജ് കഴിയുകയാണ്. സ്റ്റോൺ ഏജിലെ 3 സെക്ഷൻസും കഴിയുകയാണ്. ഇനി മെറ്റൽ ഏജ് ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.